പിന്നെ അവർക്ക് അവരുടെ ആ പിഴച്ച തരീക്കത്ത് പ്രചരിപ്പിക്കാനുള്ള സാവകാശമോ അവസരമൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തിനേറെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ, ആലുവ തരിക്കുത്ത് എന്നറിയുന്ന ആ യൂസുഫാക്കാന്റെ തരീക്കത്ത്, അത് പിഴച്ച തരീക്കത്താണ്, അയാൾ ഒരു വിവരമില്ലാത്ത സാധാരണക്കാരനാണ് എന്നും അത് പിഴച്ചതാണ് എന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഥവാ AP ഉസ്താദും ഉള്ളാൾ തങ്ങളും നേതൃത്വം നൽകുന്ന MA ഉസ്താദൊക്കെ നേതൃത്വം നൽകുന്ന സമസ്ത മുഷാവറ അത് പ്രഖ്യാപിച്ചപ്പോൾ ചേളാരിക്കാരെന്ത് ചെയ്തു മിണ്ടാണ്ടിരുന്നു. അതിപ്പോ പറഞ്ഞത് കാന്തപുരം വിഭാഗം പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ നമ്മളാളുകളാണല്ലോ അതിലുള്ളത് എന്നുള്ള നിലക്ക് അങ്ങനെ ആ ഭാഗത്ത് ഇവരുടെ ആളുകളായിട്ടുണ്ടായിരുന്ന അധ്യാപകര് മറ്റത് മറിച്ചത് അങ്ങനെ പലരും എന്ത് ചെയ്തു അതിന്റെ ആളുകളായി മാറി ആ തരീഖത്തിന്റെ. അവസാനം ഇത് വളരെ കാട് കയറി എന്ന് കണ്ടപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഒരു 5-6 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നുണ്ട്, പിന്നെയാണ് എന്ത് ചെയ്യണത്, ചേളാരിക്കാര് കൊട്ടും പടിയും പാട്ടൊക്കെ എടുത്തിട്ട് അത് തെറ്റാണെന്ന് പറയാൻ പോയത്. അപ്പോഴേക്കെന്തായി, ചേളാരിക്കാരുടെ ജനറൽ സെക്രട്ടറിയുടെ മരുമകൻ വരെ ആ പഴച്ച തരീഖത്തിന്റെ ആളായി മാറിക്കഴിഞ്ഞു. ഒരുപാട് ആളുകൾ അതിൽ പെട്ടുപോയി. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ആ കക്കാട് തരീഖത്തിന്റെ കക്ഷി കക്കാടിനെ ഇവരുടെ ചാനലിലൊക്കെ ഇവര് സ്വീകരിച്ചിരുത്തുകയും പരിപാടി നടത്തുകയും സ്വാഗതം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പലതുമുണ്ട്, പല കള്ളത്തരീഖത്തുകാരും ചെയ്യുന്നിട്ടുണ്ട്. അപ്പൊ അത് റഷീദ് പറഞ്ഞത് വളരെ ശരിയാണ്. പിന്നെ അൻവർ ഒരു കാര്യം പറഞ്ഞപ്പോ എന്താണ്, ഞാനും നിങ്ങളും തമ്മിൽ വിരുദ്ധമുള്ള കാര്യങ്ങളല്ലേ, വൈരുദ്ധ്യമുള്ള കാര്യങ്ങളല്ലേ ചോദിക്കേണ്ടത്. അത് ശരിയാണ്. ഇപ്പൊ ഈ റൂമിലുള്ള പ്രവർത്തകരും അൻവറും തമ്മിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യമുള്ളത് ബുദ്ധിയുടെ കാര്യത്തിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ബുദ്ധിയുടെ കാര്യത്തിലാണ്. ആ ബുദ്ധി ഇപ്പൊ മൂപ്പരിപ്പോ ഇവിടെ വന്നിട്ട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അൻവറിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ആ വസ്തു ഇവിടുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റണതല്ല, എവിടുന്നും വാങ്ങാൻ കിട്ടുന്ന സാധനവുമല്ല. അതുകൊണ്ട് അത് ബുദ്ധിയാണ്. അത് നിങ്ങൾക്ക് ബുദ്ധിയും ഹിദായത്തും അള്ളാഹു നൽകാൻ വേണ്ടി ഞങ്ങളൊക്കെ ദുആ ചെയ്യുക എന്നാണ് പറയാനുള്ളത് കേട്ടാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നോളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരാള് നമ്മുടെ അബൂ സാഫു എന്ന് പറയുന്ന ഐഡിയിലുള്ള സുഹൃത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. അതുപോലെ ബഹുമാനപ്പെട്ട കുമ്മോൾ ഉസ്താദിന്റെ ID നേരത്തെ റൂമിൽ കണ്ടിരുന്നു. ഉസ്താദ് ഇപ്പോ റൂമിലുണ്ടോന്നറിയില്ല. പിന്നെ AM വടക്കേക്കാട് എന്റെ ID കാണുന്നു. AM വടക്കേക്കാട് നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. നാട്ടിൽ നിന്നാണോ അതോ ഇവിടുന്ന് തന്നെയാണോ എന്ന് അതും അറിയാൻ വയ്യ. ഏതായാലും നമ്മളെ ക്ലിപ്പിന്റെ ഉസ്താദന്മാരൊക്കെ ശ്രദ്ധിക്കുക. AM വടക്കേക്കാട് പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമാകുന്ന സമയത്തൊക്കെ ആവശ്യമായ ക്ലിപ്പുകളൊക്കെ കേൾപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തകനാണ്, അഡ്മിനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളും യാത്രയും എല്ലാം സന്തോഷമാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ് അബൂ സാഫുവിന് വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പിന്നെ ഇന്ന് ഒരുപാട് വിഷയങ്ങളിലൊക്കെ ഞാൻ കുറച്ചൊക്കെ കേട്ടു. അതിലൊക്കെ എനിക്ക് കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്റെ പഴയത് തന്നെ അവിടെ കിടക്കുകയാണല്ലോ, അതിലേക്ക് നമുക്ക് പോവാം ഇൻഷാ അല്ലാഹ്. സമയം തരികയാണെങ്കിൽ ഇന്ന് ഉണ്ടായ ചർച്ചയിലെല്ലാം ചില സംശയങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾ മൈക്കയും സമയമൊക്കെ തരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഇവിടെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മുഖപരമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല.
ഹൃദയത്തുമ്മലാണ് അതല്ലെങ്കിൽ നെഞ്ഞിമ്മലാണ് കൈവെക്കേണ്ടത് നമസ്കാരത്തിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് തെളിവ് ആവശ്യപ്പെട്ടു. ഞാൻ ബൈഹഖിയുടെ ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്തു. ആ ഹദീസില് എന്തോ കുഴപ്പമുണ്ട്, റുവാത്തിന് എന്തൊക്കെ കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ ഒന്നും കൂടി എന്ത് ചെയ്യണം, ഏതാണ് ആ റാവി, ആ റാവിയുടെ പേര് ഒന്നും കൂടി തരണം. അത് പരിശോധിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതിന്റെ മുമ്പായിട്ട് ഈ ഹദീസ് തന്നെയല്ലേ മുസ്ലിമിൽ ചുരുക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്? അതിലുള്ള റാവികൾ തന്നെയല്ലേ ഈ ബൈഹഖിയിലുള്ള റാവികളും? അപ്പോ മുസ്ലിമിന്റെ ഹദീസ് സഹിയാണെന്നുള്ളതിൽ നമുക്കാർക്കും സംശയമില്ലല്ലോ. മുസ്ലിമിന്റെ ഹദീസിൽ അലാ സദ്രിഹി എന്നില്ല, ബാക്കിയുള്ള ഭാഗങ്ങളുണ്ട്. അതും വായിൽ ബിൻ ഹജറിനെ കുറിച്ചുള്ള തൊട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ്. ആ ഹദീസില് ദുഅഫില്ലതാണ്. മാത്രമല്ല ഇതിലെ ശറഹ് മുസ്ലിമിൽ ഇമാം പറയുന്നു, വഫിൽ മസ്അലത്തി അഹാദീസുൻ കസീറ വദലീലു വദഇഹിമാ ഫൗക സുറ ഹദീസ് വായിൽ ബിൻ ഹജർ ഖാല സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വവദഅ യദഹു اليمنى على يده اليسرى على صدره ورواه ابن خزيمة في صحيحه ورواه ابن خزيمة في صحيحه. ابن ഖുസൈമന്റെ ഹദീസാണ് ആര് കൊടുക്കുന്നത്? പിന്നെ നബവി ഇമാം തന്റെ ശറഹ് മുസ്ലിമിൽ കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം അത് ഹുജ്ജത്തായിട്ട് പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ഹദീസിനെ കൊണ്ടുപോകാൻ എന്തിനാണ്? ഹനഫികളെ എതിർക്കാനാണ്. തഹത്തസുറത്തല്ല ഫൗക്കസുറത്താണ്. ഫൗക്കസുറത്തിന് തെളിവ് പറഞ്ഞ ഏതാ? ഈ ഹദീസാണ്. നമ്മളുടെ തർക്കം അലസദർ. ഫോക്കസുറത്ത് എന്ന് പറഞ്ഞാല് അലസദർമ വെച്ചാൽ ഹൃദയത്തുമ്മ വെച്ചാലും ഫോക്കസുറത്ത് എന്ന് പറയാം. നയ്യിമാമി ഹദീസിനെ കൊണ്ടുവന്നത് പിന്നെ ഇവരായിട്ടുള്ള ഹനഫികളായിട്ടുള്ള സംഭാഷണത്തിൽ അവർക്ക് മറുപടി ആയിട്ട് അവർ കൊണ്ടുവന്ന തഹത്ത സുറത്ത് എന്നുള്ള ഹദീസ് ദഈഫാണ്, അത് മുത്തഫഖുൻ അലാ ദഈഫിഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹദീസിനെയാണ് അദ്ദേഹം എന്താക്കിയത്? ഫോക്കസുറത്തിന് തെളിവായിട്ട് വായിൽ ബിൻ ഹജറിന്റെ ഹദീസിനെ കൊണ്ടുവന്നത്. അപ്പൊ അവരൊക്കെ എന്താക്കിയിട്ടുണ്ട്? സഹീഹാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വഅമ്മ ഹദീസു അലി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല മിനസ് സുന്നത്തി ഫിസ്സലാത്തി വദഉൽ അകുഫി അലൽ അകുഫി തഹത സുറ. ഈ ദഈഫുൻ അല്ല, നിങ്ങളെല്ലാം കൂടി കൂട്ടിക്കുഴക്കല്ലേ? നമ്മൾ പറഞ്ഞോടെ തന്നെ നിൽക്കുക. നിങ്ങൾ പറഞ്ഞല്ല നേരത്തെ അവിടെ തന്നെ ആയിക്കോട്ടെ എന്നുള്ളത്. ഞങ്ങൾക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്താണത്? അന്ന് നിങ്ങളോട് ചോദിച്ചേ, ഈ 4 മദ്ഹബിന്റെ അയിമത്ത്, ഈ 4 മദ്ഹബിലും ഉള്ള പിൽക്കാലത്ത് വന്ന മഹാന്മാരായ ഫുഖഹ പണ്ഡിതന്മാർ ആരെങ്കിലും ഒരാൾ നിങ്ങൾ പറഞ്ഞ നെഞ്ചിന്റെ മേലെയാണ് കൈവെക്കേണ്ടത് എന്ന് ഏതെങ്കിലും ഒരു മദ്ഹബിൽ ഉണ്ടോ ഇല്ലേ? ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അതൊന്നും നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. മറ്റേ നിങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾ പറയണതും അത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് കഴിഞ്ഞ കാല അയിമ്മത്ത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നിങ്ങൾ തന്നെ പറഞ്ഞു, സഹീഹ് മുസ്ലിമിലെ ഹദീസുണ്ട് അലാ സദ്രിഹി എന്നില്ല. അത് തന്നെയാണ് പ്രശ്നം. മനസ്സിലായോ? അതൊക്കെ മുഹദ്ദിസീങ്ങൾ പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്? അതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ നിങ്ങൾ വായിച്ച ഹദീസ് അതിനുള്ള ഉഴപ്പ് എവിടെയാണത് എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നു. അതിവിടെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി തെരഞ്ഞെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. പിന്നെ അപ്പൊ നിങ്ങളത് പരിശോധിച്ചിട്ടുണ്ടാവുന്നാ കരുതിയത്. പിന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെയൊക്കെ പുറമെ നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ബദലുൽ മജ്ഹൂദ് എന്ന ഗ്രന്ഥത്തിൽ തന്നെ അതിന്റെ 2:32 നിങ്ങൾ പറഞ്ഞ ഈ പറഞ്ഞ
ഹദീസിനെ കുറിച്ചും മറ്റ് പറഞ്ഞ ഹദീസുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറയുകയും പിന്നെ അത് നാല് മദ്ഹബിന്റെയും ഇമാമികളുടെയും കഴിഞ്ഞകാല പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായത്തിന്, അവരുടെ ഇജ്മാഇന് എതിരാണെന്നും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇബ്നു ഖുസൈമയുടെ ഹദീസ് നിങ്ങൾ പറഞ്ഞ് അതിൽ പറഞ്ഞ ആരെയാണ് നിങ്ങൾ ഏതെങ്കിലും വായിച്ചതെന്നുള്ളപ്പോൾ ഇനി രണ്ടാമത് വായിച്ചെങ്കിലേ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, നോക്കിയിട്ട് വേണം. പിന്നെ അപ്പൊ നിങ്ങൾ, ഞാനത് തിരഞ്ഞെടുക്കുമ്പോഴേക്ക് നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഇങ്ങനെ ഈ കഴിഞ്ഞ കാല പണ്ഡിതന്മാരിൽ കഴിഞ്ഞു കടന്ന നാല് മദ്ഹബിന്റെയും ഇമാമിങ്ങളിൽ അവരുടെ അതിനുശേഷം വന്ന ആ മദ്ഹബുകളിൽ വന്നിട്ടുള്ള അംഗീകൃതരായ അയിമ്മത്ത് ഫുഖഹാ ആരെങ്കിലും അങ്ങനെ നെഞ്ചിന്റെ മേലെയാണ് കൈകെട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മദ്ഹബിൽ അങ്ങനെ നെഞ്ചിന്റെ മേലെ കൈകെട്ടണം എന്ന അഭിപ്രായമുണ്ടോ? അതാണ്. ഉണ്ടെങ്കിൽ അത് ഏത് ഗ്രന്ഥത്തിൽ എവിടെയാണ് പറഞ്ഞത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാൻ മൈക്കോട്ടു. അൽഹംദുലില്ലാഹ്. എനിക്ക് ഒരൊറ്റ മദ്ഹബേ ഉള്ളൂ, ഒരൊറ്റ തരീഖത്തേ ഉള്ളൂ, ഒരൊറ്റ ഇമാമേ ഉള്ളൂ. അത് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹബ്. അതന്നെ മദ്ഹബ്, മുസ്ലിമീങ്ങൾ അംഗീകരിക്കേണ്ട മദ്ഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹബാണ്. അത് തന്നെയാണ് തരീഖത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ നമ്മൾക്ക് എത്തിച്ചു തരാൻ അല്ലാഹു ഏൽപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ല, നിങ്ങൾ വയസ്സ് പറയാൻ പോവാണ്, പ്രസംഗിക്കാൻ പോവാണ്, അതൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾക്ക് മദ്ഹബ് എന്ന് പറഞ്ഞാലും എന്താണെന്ന് അറിയില്ല. മദ്ഹബ് എന്ന് പറഞ്ഞാലും എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നാല് മദ്ഹബിന്റെയും ഈ കഴിഞ്ഞ കാല ആയിരക്കണക്കായ ഇമാമിയങ്ങൾക്കും ഇവർക്ക് ആർക്കും തിരിയാത്ത നിങ്ങൾക്ക് തിരിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? ഞാനിതിപ്പോ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവർക്ക് ആർക്കും തിരിയാത്ത എന്ത് ചെയ്യണം? നമ്മളെ അബൂ സാഫൂന് തിരിഞ്ഞു എന്ന് വിശ്വസിക്കണം. പിന്നെ അബൂ സാഫൂന് ഇപ്പൊ അതിന്റെ മുൻഗാമികളായിട്ട് പറയാനുള്ളത് ഈ അഭിപ്രായം പറഞ്ഞ് ഷൗക്കാനി എന്ന് പറയുന്ന യമനിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനാണ്, ഒരു പുത്തനാശയക്കാരനാണ് അയാൾ. അയാളാണ് എന്ത് ചെയ്തത്, പിന്നെ അതിന്റെ ശേഷമാണ് പിന്നീടാണ് എന്ത് ചെയ്തത്, അൽബേനിയക്കാരനായിരുന്ന ഇപ്പൊ ഈ അടുത്ത് 1999 മരണപ്പെട്ട നാസറുദ്ദീൻ അൽബാനി എന്ന് പറയുന്ന മൗലവി, അയാളും എന്ത് ചെയ്തത് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ എന്തില്ല, ലോകത്ത് വേറെ ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ലോകത്ത് വേറെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങള് പിന്നെ വായിച്ച ആ ഹദീസ് ഒന്ന് ഇവിടെ പേശ് ചെയ്യാവോ? എന്റെ ഈ ചോദ്യം. അപ്പൊ മൂപ്പർക്ക് എന്തില്ല, കഴിഞ്ഞ കാല അയിമ്മത്ത് ആരും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്തു, അദ്ദേഹം സമ്മതിക്കുന്നു ഇല്ലേ? കണ്ടില്ലേ സുഹൃത്തുക്കളെ, കഴിഞ്ഞ കാല ഇമാമിയങ്ങൾ ആരും എന്തില്ല, അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന് വൈഫായ ഹദീസുകളാണ് അത് സംബന്ധമായി വന്നിട്ടുള്ളതൊക്കെ. അതൊക്കെ മുഹദ്ദിസീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മഹാന്മാര് പണ്ഡിതന്മാര് അത് ചർച്ച ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓരോന്നും. പിന്നെ മാത്രമല്ല, ഈ വൈഫായ ഹദീസിൽ തന്നെ അല എന്നതിന് മേലെ എന്നല്ല അർത്ഥം എന്നുള്ളതും ഇദ്ദേഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തിയതും നമ്മൾ അന്ന് ചർച്ച ചെയ്തതുമാണ്. അപ്പോ കഴിഞ്ഞ കാല അയിമ്മത്ത് ആരും എന്ത് ചെയ്തിട്ടില്ല, നെഞ്ചിന്റെ മേലെ എന്നുള്ള ഒരഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ആരും അതിന് തെളിവായി ഇവർ പറയുന്നതിന് പിൻബലമായി ഉദ്ധരിക്കാൻ ആരുമില്ല എന്നുള്ളത്
ഇപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഇനിയിപ്പോ അദ്ദേഹം സ്വന്തം പറയാണ്, സ്വന്തം പറയാണ്. നിങ്ങളുടെ സ്വന്തം അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, അത് സ്വീകാര്യമല്ല. ഞങ്ങൾ ഇമാമിങ്ങളൊക്കെ മഹാന്മാര് എങ്ങനെയാണോ അവർ മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണോ പറഞ്ഞത് അതനുസരിക്കുന്നവരാണ്. മറ്റത് നിങ്ങൾ ഓരോരുത്തരും ഹദീസിൽ നിന്ന് കാര്യം മനസ്സിലാക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങളെ വിഭാഗത്തിൽ തന്നെ ഗൾഫിലായാലും ശരി നാട്ടിലായാലും ശരി വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് പോരടിക്കുകയും ചെയ്യുന്നത്. ഓരോരുത്തരും ഹദീസിനെ മിനിഞ്ഞാന്ന് നമ്മൾ വായിച്ചില്ലേ, ഗൾഫിലെ ഒരു സലഫി നേതാവ് പറഞ്ഞത് അള്ളാഹ്ക്ക് നിഴലുണ്ട്, മറ്റൊരു നേതാവ് പറഞ്ഞത് അങ്ങനെ നിഴലുണ്ട് എന്ന് മനസ്സിലാക്കിയവൻ കഴുതയേക്കാൾ ബുദ്ധിശൂന്യനാണ്, ബുദ്ധിയില്ലാത്തവനാണ്. അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളും വ്യത്യസ്ത നിലപാടുകാരും ഒക്കെ ആയത് എന്തുകൊണ്ടാ? അങ്ങനെ ഓരോരുത്തരും സ്വന്തം നോക്കിയോണ്ട്. പിന്നെ ഏതായാലും ഞാൻ മൈക്ക് വിട്ടു. അപ്പൊ നിങ്ങൾ പറയേണ്ടത് ഈ ഹദീസുകളൊക്കെ കാണുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള മുൻകാല അഇമ്മത്തിൽ നിന്ന് ആരാണ് അങ്ങനെ നെഞ്ഞത്ത് കൈവക്കണം എന്ന് പറഞ്ഞവർ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ള മഹാനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞോ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലുണ്ടോ? ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലുണ്ടോ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലുണ്ടോ? ഈ 4 മദ്ഹബിൽ ഏത് മദ്ഹബിലാണ് അങ്ങനെ നെഞ്ഞത്ത് കൈവക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ചോദിക്കുന്നത്. അത് ഏത് ഗ്രന്ഥത്തിലുള്ളതെന്ന് വെച്ചാൽ ആ ഗ്രന്ഥം ഉദ്ധരിച്ചാൽ മതി, പേരും പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഈ സാധാരണക്കാർക്ക് കൺഫ്യൂഷൻ ആവില്ലല്ലോ. ഞാൻ മൈക്ക് വിട്ടു. ഞാൻ പറഞ്ഞ മദ്ഹബ് അത് സ്വഹാബത്ത് അംഗീകരിക്കുന്ന മദ്ഹബാണ്. ഒന്നാമതായിട്ട് സ്വഹാബിയാണ് ഈ മദ്ഹബിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം നേരിട്ട് കണ്ട സ്വഹാബി പറയാണ്. പിന്നെ ഈ ഹദീസ് ഉദ്ധരിച്ച മുഹദ്ദിസീങ്ങള് അവരൊക്കെ ഈ മദ്ഹബിലുള്ളവരാണ്. അവരൊക്കെ അത് കളവാണ്. അവരൊന്നും നെഞ്ഞമ്മ കൈകെട്ടിയവരല്ല. സ്വഹാബത്ത് അങ്ങനെ നെഞ്ഞമ്മൽ കൈകെട്ടിക്കണമെങ്കിൽ സ്വഹാബത്ത് അങ്ങനെ നെഞ്ഞമ്മ കൈകെട്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ മദ്ഹബിലൊക്കെ അങ്ങനെ നെഞ്ഞിമ്മൽ കൈകെട്ടണവരുണ്ടാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗം ഉണ്ടാവും. ഇത് ഒരു വിഭാഗവും ഇല്ലാതായി. ഒരു വിഭാഗവും ഇല്ലാതായി. അതിവിടെ അതൊക്കെ മൂപ്പരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ദഹബി പറഞ്ഞത്, മീസാനിൽ പറഞ്ഞതും മറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മൂടി വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യണത്? അതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായതുമാണ്. അത് മനസ്സിലാകായിട്ടല്ല. മനസ്സിലായില്ലേ? പിന്നെ അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്, സ്വഹാബത്ത് ആരും അങ്ങനെ എന്തില്ല, നെഞ്ചുമ്മ കൈകെട്ടിയിട്ടില്ല. നെഞ്ചുമ്മൽ കൈകെട്ടി എന്ന് നെഞ്ചിന്റെ മേലെ എന്നുള്ള ഒരു സ്വഹീഹായ ഒരു ഹദീസും നിങ്ങൾക്ക് ഉദ്ധരിക്കാനും സാധ്യമല്ല. അതന്ന് പറഞ്ഞല്ലോ. നിങ്ങളിപ്പോ ബൈഹഖിയുടെ ഹദീസ് കൊണ്ടുവന്നു, അത് സ്വഹീഹാണെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചു നിങ്ങൾക്ക് പറയാൻ പറ്റിയ? ഇനി നിങ്ങൾ വേറെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞു, എന്നാ അതിവിടെ പേസ്റ്റ് ചെയ്തോളി. എന്നിട്ട് എന്ത് ചെയ്തോളി? ആരാണ് ആ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ളത് അവൻ പറഞ്ഞോളി. ഞാൻ മൈക്കൂട്ടും. ഈ وفي سنده محمد بن حجر قال الذهبي في الميزان له مناكير وقال البخاري فيه بعض النظر وفي سنده ഉമ്മ ബിൻ അബ്ദുൽ ജബ്ബാർ. ഞാൻ ചോദിക്കട്ടെ, ഈ മുഹമ്മദ് ബിൻ ഹജർ എന്ന ആള് മുസ്ലിമിന്റെ റിവായത്തിലുള്ള ആ സിൽസിലയിലുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ സഹീഹായി നിങ്ങൾക്ക് മുസ്ലിമിന്റെ ഹദീസ്? ഇവിടെ മുസ്ലിം ഉദ്ധരിച്ച് ഇവിടെ അതൊന്നുമല്ല പറഞ്ഞത്. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ എന്താ അറിയോ? ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളിപ്പോ ഇന്നൊരു ഹദീസ് വായിച്ചല്ലോ, ആ ഹദീസിന്റെ സനദ് അടക്കം ഇവിടെ ഒന്നും പേസ്റ്റ് ചെയ്തോളി.
എന്നിട്ട് ആ ഹദീസ് സഹീഹാണെന്ന് ഏത് മുഹദ്ദിസാ പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞോളെ. അതിനപ്പം മൈക്ക് തന്നത്. ഞാൻ മൈക്ക് കൂട്ടും. അത് ഷറഹ് മുസ്ലിം എന്നാ ഞാൻ വായിച്ചത്. ഇമാം നവവിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം നവവി നിങ്ങൾക്ക് സ്വീകാര്യമല്ലേ? ഇമാം നവവിനെ ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. ഇമാം നവവിയാണല്ലോ പൊക്കിളിന്റെ മുട്ടി പിന്നെ നെഞ്ചിന്റെ ഇടയിൽ കൈവെക്കണം, പൊക്കിളിന്റെ മേലെ കൈവെക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഗ്രന്ഥത്തില്. അവിടെ അല്ല വിഷയം. നിങ്ങൾ വായിച്ച ഹദീസ് ഉണ്ടല്ലോ, അത് ഇവിടെ പേസ് ചെയ്യ്. അതിന്റെ സനദടക്കം ഇവിടെ ഒന്ന് പേസ് ചെയ്യുക. എന്നിട്ട് ആ ഹദീസ് സഹീഹാണെന്ന് ആര് പറഞ്ഞു? നെഞ്ഞത്ത് എന്നുള്ള അലസദിരി, നെഞ്ചിന്റെ മേലെ എന്ന പദമുള്ള ഏത് ഹദീസാണ് നിങ്ങൾക്ക് ഉദ്ധരിക്കാനുള്ളത്? ആ ഹദീസ് ഇവിടെ പേസ് ചെയ്യുക, സനദടക്കം. എന്നിട്ട് ആ ഹദീസ് സഹീഹാണെന്ന് ഏത് മുഹദ്ദിസാണ് പറഞ്ഞത് അതും പറയാം. ഞാൻ മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? അലസ്വദിരി എന്ന് ഉള്ള പദമുള്ള ഹദീസ് അതിവിടെ സനദടക്കം നിങ്ങൾ പേസ് ചെയ്തോളൂ. എന്നിട്ട് ആ ഹദീസ് ആരാണ്, ഏത് മുഹദ്ദിസാണ് അത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് പ്രശ്നം തീർന്നല്ലോ. കൊണ്ടുവരുന്ന നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? ഇതാ ഇന്ന മുഹദ്ദിസ് ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കാണ്. അതാ പറഞ്ഞത്. അന്നും നമ്മൾ പറഞ്ഞതാണ്. അപ്പോ നിങ്ങൾ പറയുന്ന ഹദീസ് അതൊന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക, സനദടക്കം. പിന്നെ എന്നിട്ട് ആ ഹദീസ് ഏത് മുഹദ്ദിസാണ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൂടി പറഞ്ഞാൽ വിഷയം കഴിഞ്ഞു. ഞങ്ങൾ സുബഹി മുതലൊക്കെ നെഞ്ചിന്റെ മേലെ കെട്ടിക്കോളാം. ഞാൻ മൈക്ക് കൂട്ടും. കേട്ടോ. وقد جاء في صحيح ابن خزيمة عن وائل بن حجر قال صليت مع رسول الله. അല്ല, ഞാൻ പറഞ്ഞത് ആ ഹദീസ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യാനാ പറഞ്ഞത് സുഹൃത്തെ. കേട്ടോളി എന്നല്ല, കേൾക്കാനല്ല പറഞ്ഞത്. നിങ്ങളുടെ മറ്റേത് ഓർമ്മയിൽ നിൽക്കൂല, അതുകൊണ്ടാണ്. എല്ലാവർക്കും ഒന്ന് വായിക്കും പഠിക്കും ചെയ്യാലോ. നിങ്ങൾ പറയുന്ന ഹദീസ് അതിന്റെ സനദടക്കം ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? ആ പേസ്റ്റ് ചെയ്തിട്ട് ആ ഹദീസ്, നിങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് സഹീഹാണെന്ന്, അഥവാ അലസദിരി എന്ന പദമുള്ള ഹദീസ് കേട്ടോ, അലസദിരി ഇല്ലാത്തതല്ല, അലസദിരി അല്ലെങ്കിൽ അലാസദിരിഹി എന്നോ ഉള്ള ആ പദമുള്ള ഹദീസ് സഹീഹാണെന്ന് ഏത് മുഹദ്ദിസാണ് പറഞ്ഞിട്ടുള്ളത്? മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? തിരിഞ്ഞ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാണില്ല. അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ് അതിന്റെ സനദടക്കം അദ്ദേഹം ഇവിടെ പേസ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് അത് സഹീഹാണെന്ന് പറഞ്ഞ ഏത് മുഹദ്ദിസാണുള്ളത് അതും അദ്ദേഹം പറയട്ടെ. മനസ്സിലായില്ലേ? ഇമാം നവവി റളിയല്ലാഹുവിനെ ഞങ്ങൾ അങ്ങേരി ഇമാം നവവി റളിയല്ലാഹുവിനല്ലേ പറഞ്ഞുള്ളത്, യദഉ യദൈഹി തഹത സദ്രിഹി വഫൗക സുറത്തിഹി അല സ്വഹീഹി എന്നാ പറഞ്ഞിട്ടുള്ളത് റൗളയിലെ ഇമാം നവവി റളിയല്ലാഹു അൻഹു. മനസ്സിലായോ? കാരണം ശാഫി മദ്ഹബിലെ എല്ലാ പണ്ഡിതന്മാരും ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാരും ഒക്കെ അങ്ങനെ തന്നെ പറഞ്ഞുള്ളത്. മനസ്സിലായോ? അല്ലാതെ നെഞ്ഞിന്റെ വേല വെക്കണം എന്നൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? പിന്നെ മാത്രമല്ല ശാഫിഈ മദ്ഹബിൽ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹും ഇമാം റാഫി റളിയല്ലാഹു അൻഹും അവര് ഏകീകരിച്ചിട്ടുള്ള അഭിപ്രായമാണെന്ന് ഈ പൊക്കിളിന്റെ മേലെ നെഞ്ചിന്റെ താഴെയായിട്ട് എന്നത്. അതുകൊണ്ട് ഷാഫി മദ്ഹബില് ഒരു അഭിപ്രായ വ്യത്യാസം തന്നെ ഈ വിഷയത്തിലില്ല. ഹംബലി മദ്ഹബിലും ഇല്ല എന്നാണ് എന്റെ അറിവ്. പിന്നെ മാലിക്കി മദ്ഹബിലും പ്രബലമായ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരഭിപ്രായം കൈ കെട്ടാതെ താഴ്ത്തിയിടാം എന്നുണ്ട്. ഹനഫി മദ്ഹബില് നെഞ്ചിൻ പൊക്കിളിന് താഴെയെന്നും
ഇതല്ലാത്ത നെഞ്ചിന്റെ മേലെ എന്ന ഒരഭിപ്രായം ഒരു മദ്ഹബിലും ഒരു പണ്ഡിതനും ഇല്ല എന്നാ ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്ന ഹദീസ്, ഇപ്പൊ രണ്ടാമത്തെ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് അതിന്റെ സനദടക്കം ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്തോളൂ. എന്നിട്ട് ആ ഹദീസ് ഇന്ന മുഹദ്ദിസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞോളൂ. ഞാൻ മൈക്കോട്ട്. എന്താ ഇപ്പൊ പേസ്റ്റും ബ്രഷൊക്കെ ആയത്? മിനിയാന്ന് നിങ്ങള് എന്താ പറഞ്ഞത്? നിങ്ങൾ വായിച്ചാ മതി എന്നാ പറഞ്ഞത്. നിങ്ങള് നെറ്റിൽ വിടണ്ട, വായിച്ചാ മതി. എന്താ അല്ലാതെ എല്ലാവർക്കും ഒന്ന് പഠിക്കാന്നുള്ളവർക്ക് മറ്റേത് പഠനങ്ങളും ഞാനും മാത്രം കേട്ടാലും മനസ്സിലാക്കിയാലും പോരല്ലോ. ഞങ്ങളിവിടെ ഈ ഇതുണ്ടില്ലേ 215 ആളുകളുണ്ട് ഇപ്പൊ ഇതിലിങ്ങനെ കുത്തിരിക്കണം. അപ്പൊ എല്ലാവർക്കും ഇതൊന്നും മനസ്സിലാക്കാലോ അതിന്റെ കള്ളിയെ. അതുകൊണ്ടാണ്, മനസ്സിലായോ? അപ്പൊ അതൊന്നും നിങ്ങളിവിടെ ഇവിടെ പേസ്റ്റ് ചെയ്തോളി. എന്നിട്ട് നിങ്ങൾ വായിക്കുന്ന ആ ഹദീസ് ആരാണ് സ്വഹീഹാക്കിയിട്ടുള്ളത് അവൻ പറഞ്ഞോളി. ഞാൻ മൈക്കോട്ടു. നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ പേസ്റ്റ് ചെയ്യാം. ഇവിടെ അതിന്റെ മുമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര മദ്ഹബിന്റെ അഭിപ്രായം പറഞ്ഞാലും എനിക്ക് ബാധകമല്ല. എനിക്ക് എന്റെ ഹബീബ് അല്ല, നിങ്ങൾ എത്ര പറഞ്ഞ് ചങ്കിട്ട് നിലവിളിച്ചാലും ഞങ്ങൾക്ക് ആർക്കും അത് ബാധകമല്ല. ശരി, അതല്ലേ കേൾക്കണ്ടി. നിങ്ങളിപ്പോ എന്തുണ്ട് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ആർക്കും അത് ബാധകമല്ല. ഞങ്ങളത് തോട്ടിൽ കണ്ടേറി. മനസ്സിലായോ? ഞങ്ങൾക്ക് ഈ മഹാന്മാരായ കഴിഞ്ഞുപോയ ആയിരക്കണക്കായ മഹാന്മാരായ അയിമ്മത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവര് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ദീന്. മനസ്സിലായ? ആ സക്കരിയ പറഞ്ഞമാതിരി നിങ്ങളമാതിരിയുള്ള മുറിച്ചുത്തിയാള് പറഞ്ഞല്ല ഞങ്ങൾക്ക് ദീന്. അതാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളത് ആയിക്കോട്ടെ, നാളെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തോളി. എന്നിട്ട് അത് ആ സനദടക്കം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത് സഹിയാണെന്ന് പറഞ്ഞത് ആരാണെന്ന് പറയാം. അതിപ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റണില്ല എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. ഇപ്പോഴും അലസ്വദരി എന്ന പദമുള്ള ഒരു ഹദീസും സഹീഹാണ് എന്ന് ഒരു മുഹദ്ദിസും പറഞ്ഞതായി നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ ആളുകളെ കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? സഹീഹ് മുസ്ലിമിലുണ്ട്. സഹീഹ് മുസ്ലിമിൽ അത് ഇല്ലാത്തതല്ലേ? ആ പദം ഇല്ലാത്തതല്ലേ ഉള്ളത്? അലസ്വദരിന്നോ അല്ലെങ്കിൽ അലാസ്വദരിഹി എന്നോ ഉള്ള പദം ഇല്ലാത്തതല്ലേ? അതൊഴിച്ച് ബാക്കിയുള്ള ഭാഗമല്ലേ സഹീഹ് മുസ്ലിമിലുള്ളത്? അപ്പൊ അതുകൊണ്ട് ആ വക തട്ടിപ്പൊന്നും വേണ്ട. ഇത് കേൾക്കണ സാധാരണക്കാരായ എല്ലാവർക്കും കാര്യം മനസ്സിലായി. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം തൊട്ട് ഈ 4 മദ്ഹബിലും വന്നിട്ടുള്ള ശേഷം പിൽക്കാലത്തും വന്നിട്ടുള്ള ആയിരക്കണക്കായ മഹാന്മാരായ അയിമ്മത്തുണ്ട്. ലക്ഷക്കണക്കായ ഹദീസുകൾ മനപ്പാടമുള്ള മഹാന്മാർ. അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല. ഒരാളും നെഞ്ഞത്ത് കൈകെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. കഞ്ചി നിസ്കരിക്കുമ്പോ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം കൈ നെഞ്ചിന്റെ മേലെയാണ് നമ്മളെ നാട്ടിലെ 4 ഈ മുജാഹിദ് ചെക്കന്മാർ കെട്ടണ ആ കെട്ട് കൈകെട്ടണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതിലുള്ള ശ്രോതാക്കളായ സാധാരണക്കാർ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഇവരുടെ സലഫി പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ ഗൾഫിലുള്ള, അവര് വരെ കൈകെട്ടണത് നിങ്ങൾ നോക്കി കണ്ടില്ലേ സുഹൃത്തുക്കളെ? ഇപ്പൊ കേശയിലൊക്കെ ഉള്ള ആളുകളില്ല ഇതില്, ഇല്ലേ? കണ്ടിട്ടില്ല നിങ്ങള്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അവരൊക്കെ എങ്ങനെ കൈകെട്ടണമെന്നുള്ളത്. വേണ്ട, മുജാഹിദിന്റെ സമ്മേളനത്തിന് ഇവിടുന്ന് ഗൾഫിൽ നിന്നൊക്കെ ക്ഷണിച്ച് ഇവർ കൊണ്ടുപോകുന്ന സലഫി പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ അവര് കൈകെട്ട് നോക്കി നിങ്ങള്? ഇല്ല, അവർക്കൊന്നുമില്ല. അവർക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇത് മനസ്സിലായിട്ടില്ല. പിന്നെ കേരളത്തിലെ നമ്മളെ മലയാളികളായ 4 മുറിച്ചുത്തി മൗലവിമാർക്കാണ് എന്ത് ചെയ്തത്, ഇത് തിരിഞ്ഞത്.
അപ്പൊ അത് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള ഒരു മുസ്ലിമിനും സാധ്യമല്ല എന്നാണ് അബൂ സാഫൂന് പറയാനുള്ളത്. നിങ്ങൾ കയ്യ് പിന്നെ നെഞ്ഞത്തോ തലയിലോ എവിടെയും കെട്ടിക്കോളി. നേരത്തെ മുമ്പ് പറഞ്ഞിട്ടില്ലേ, പൊക്കിളിന്റെ മേലെ എന്നുള്ളത് നെഞ്ചിന്റെ മേലെ വെച്ചാലും പറയാലോ, അത് തലയെ കെട്ടിയാലും പറയാം. മനസ്സിലായില്ലേ? തലന്റെ മേലെ തലയെ കെട്ടലില്ലേ കയ്യ് കൂക്കുളിക്കാനൊക്കെ, എന്ന മാതിരി തലയെ കെട്ടിയാലും എന്ത് പറയാ, പൊക്കിളിന്റെ മേലെ എന്ന് പറയാം. മനസ്സിലായില്ലേ? ഒക്കെ ഇതിന്റെ മേലക്കാള, തലയൊക്കെ ഉള്ള പൊക്കിളിന്റെ മേലെ തന്നെയുള്ളു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തലയെ കെട്ടിയാലും വേണ്ടില്ല, നിങ്ങൾ കഴുത്തി കെട്ടിയാലും വേണ്ടില്ല, നിങ്ങൾ എവിടെ കെട്ടിയാലും വേണ്ടില്ല, നിങ്ങൾ ആ അഭിപ്രായം ഉണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കണത് അത് ഞങ്ങൾ അങ്ങോട്ട് തോട്ടിൽ കയറി. ഞങ്ങൾക്ക് മഹാന്മാരായ കഴിഞ്ഞുപോയ അഇമ്മത്ത് അവര് എന്താണ് പറഞ്ഞത്, ഇതിനൊക്കെ മനസ്സിലാക്കിയത്, അതാണ് ഞങ്ങൾ സ്വീകരിക്കൽ. മനസ്സിലായില്ലേ? പിന്നെ അതിന്റെ അങ്ങേപ്പുറത്ത് അപ്പൊ നീ തന്നെ അതാ കാണിക്കണം. ആ ക്യാമറൊന്ന് നോക്കി സുഹൃത്തുക്കളെ, മാഷാ അല്ലാഹ്, നമ്മളെ നിയാസ് ഇക്കെ കണ്ടാ, ഇവര് സെൽഫികൾ എന്ന് പറഞ്ഞ ആളുകൾ അവിടെ കൈയെട്ടിയ നോക്കിങ്ങള്. എനിക്ക് തോന്നുന്നുണ്ട് ആ ഫോട്ടോയിൽ താഴെ കാണുന്നത് ഹറമിലുള്ളതാണെന്നാ തോന്നുന്നത്, ഹറമെന്നാണെന്നാ തോന്നുന്നത്. അത് അവിടൊക്കെ നോക്കിങ്ങള്, അവരൊക്കെ എങ്ങനെ കൈയെട്ടിക്കണെന്നുള്ളത്. അതിലൊന്നിൽ കണ്ടങ്ങള് മുജാഹിദിന്റെ സമ്മേളനത്തിന് കൊണ്ടുവന്ന അവരുടെ അതെ അവരെ പണ്ഡിതന്മാരെന്ന് പറയുന്നവര് കൈ നേരെ കെട്ടിയിരിക്കണം. അതേസമയം അതിന്റെ പിന്നിൽ ഒരു വിവരമില്ലാത്ത പോത്തുകൾ കണ്ടില്ലേ, ശരിക്ക് വാലിന്റെ കുറവ് മാത്രമേ ഉള്ളൂ, ഐറ്റുകൾ കെട്ടിക്കണത് വേറൊരു കോലത്തില്. അതാ കണ്ടില്ലേ, ഇപ്പൊ നിങ്ങള് നോക്കി, മാഷാ അല്ലാഹ്, എല്ലാരും കണ്ടോളി. അതെല്ലാം കാണില്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ സുഹൃത്തുക്കളെ? നമ്മളെ നിയാസിക്കയുടെ കാമ് കാണാൻ പറ്റണില്ലേ? നിങ്ങൾ നോക്കി, നിങ്ങള് ഇപ്പൊ കാണിക്കുന്ന അതില് ഇവര് ഗൾഫിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഇവരെ സമ്മേളനത്തിന്. അയാൾ കൈയ്യട്ടിക്ക് നോക്കി നിങ്ങള്. ഇവരെ കൂട്ടത്തിൽ വിവരമുള്ള ആളായിട്ടാണ് ഇവര് കൊണ്ടുപോയതും അയാളെ ഇമാമത്ത് നിർത്തിയോ. എന്നിട്ട് അതിന്റെ പിന്നിൽ വേറൊരു കാക്ക ഉണ്ടാ, ഒരു തുണി കൊടുത്തിട്ട് ആ അറബിന് അങ്ങേപ്പുറത്ത് നിൽക്കണ ആ കാക്ക കെട്ടിക്കുന്നുണ്ടെങ്കിൽ മുജാഹിദ് കാക്ക കണ്ടില്ലേ, അത് രഞ്ജത്ത് കത്രിപ്പൂട്ടായിട്ട് ആ കുട്ടി മാറഞ്ചേരി തന്നെ പോത്ത് എന്ന് പറയല്ലേ, അതായത് ആ പോത്തുകൾ പ്രതിഷേധിക്കും. കാരണം അത്ര പിന്നെ വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരല്പം തൻ്റെ ഉണ്ടെങ്കിൽ ഇത് പറയോ മനുഷ്യൻ? ലോകത്ത് എവിടെയില്ല. ഇപ്പൊ ഇവര് തന്നെ അംഗീകരിക്കുന്ന ഇവരുടെ അഹ്ലെ ഹദീസിന്റെ ആളാണെന്ന് പറയുന്ന ബദലുൽ മജ്ഹൂദിന്റെ പിന്നെ കർത്താവ് തന്നെ പറയുന്നത് അത് പിന്നെ ഇജ്മാഇനെതിരാണ്, ഇജ്മാഇന് എതിരാണ്. ലോകത്ത് അങ്ങനെ എന്തില്ല, ആർക്കും ഒരു മദ്ഹബിലും എന്തില്ല, അങ്ങനെ അഭിപ്രായമില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ മൈക്ക് വിട്ടു, അദ്ദേഹം നാളെ കൊണ്ടുവരട്ടെ. നിങ്ങൾ നാളെ എന്ത് ചെയ്തോളി, കൊണ്ടുവന്നോളി. ഇപ്പൊ ഇത് എല്ലാവർക്കും കാണാൻ പറ്റില്ല, അതൊന്നും കൂടി നിയാസ് നേരത്തെ കാണിച്ചിരുന്നു, ഒക്കെ ഒന്ന് കാണുന്നില്ലേ സുഹൃത്തുക്കളെ? അലലിൽ ഇസ്തിഅല മാത്രല്ല, ശരി, അലാലിൽ ഇസ്തിഅല വമഅനാ ഫീ വഅൻ ബിഅൻ തജാവുസൻ അനാമൻ ഖദ് ഫതന്ന. തജാവുസ് എന്നാണ് വിട്ട് കിടക്കുക എന്നുള്ള, ദൂരെ ആക്കുക എന്നുള്ള. അപ്പൊ നെഞ്ഞിന്റെ അവിടെ അടുത്തല്ല, കുറച്ച് വിട്ട് ഒരൽപ്പം. സദറിന്റെ അലക്കെന്തുണ്ട്, തജാവുസ് അന്നിന്റെ മായനുണ്ട്. അതാരോ ഒന്നിങ്ങനെ ഹലാലിൽ ഇസ്തിഅല എന്ന് ഇവിടെ അടിച്ചു കണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഏതായാലും നിങ്ങൾ നോക്കി, ഇത് ക്യാമറ ഓണാക്കാൻ എല്ലാവർക്കും അറിയാലോ അല്ലേ? ആ ക്യാമറയുടെ ചിത്രം കാണുന്നിടത്ത് ഒരു ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, എല്ലാവർക്കും കാണാൻ പറ്റും. ഏതായാലും അൽഹംദുലില്ലാ, നിയാസിന് നന്ദി പറയുന്നു. സാന്ദർഭികമായി അതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മുടെ റൂമിൽ മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിന് സംവിധാനിച്ച നിയാസിന് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ തന്നെ മറ്റ് നമ്മുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും അങ്ങനെ സാന്ദർഭികമായി വരുന്ന കാര്യങ്ങൾ അപ്പോഴേക്കപ്പോഴെ തപ്പിയെടുത്ത് നമ്മൾ കൊണ്ടുവരണം. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും സന്തോഷവും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. കുറച്ച് നേരത്തെ റഷീദ് കല്ലേരി വീണ്ടും കൈപൊക്കിയിട്ടുണ്ട്. റഷീദ് കല്ലേരി മൈക്ക് എടുത്തോളൂ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഉസ്താദ്. വളരെ നല്ല ചർച്ച. സാബു, നിങ്ങൾ പോന്നാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൈപൊക്കിയത്. നിങ്ങൾ ഏതായാലും നാളെ വരുന്നാന്ന് പറഞ്ഞിട്ട് പോന്നാന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിലടുക്ക് ചില ആളുകൾ ഇങ്ങനെ പോത്തു എന്ന് വിളിച്ചത് പറഞ്ഞിട്ട്, പോത്തു എന്ന് വിളിച്ച ഈ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാ ദിവസവും ചർച്ചയ്ക്ക് വരണം. അപ്പോൾ പുതുതായിട്ട് വന്ന ആളുകളടക്കം, അത് ബഹുമാനപ്പെട്ട കേൾവിക്കാരെ ഉസ്താദ് ഹിക്കായത്ത് ചെയ്ത് പറഞ്ഞതാണ്. കാരണം 38 പോത്തുകളില്ലേ, അവരുടെ പണ്ഡിത സംഘടനയിൽ ചില മെമ്മോ എല്ലാം കൊടുത്താൽ, അങ്ങനെയാണ് അബ്ദുറഹ്മാൻ സൽഫിയാണെന്നാ തോന്നുന്നത്. അബ്ദുറഹ്മാൻ സൽഫിയോ അല്ലെങ്കിൽ മറ്റേ അവരുടെ പ്രസിഡന്റോ എന്നുള്ള അറിയില്ല, 38 പോത്തുകൾ തന്നു എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേൾവിക്കാരെ ഉസ്താദ് പറഞ്ഞത്. കാരണം അവർ തന്നെ അങ്ങനെയാണ് പറയാറുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട കേൾവിക്കാരെ ഉസ്താദ് കൈപൊക്കിയിട്ടുണ്ട്. പിന്നെ ഏതായാലും ഇൻഷാ അല്ലാ, പിന്നെ സാബു ഹദീസ് അങ്ങ് ചർച്ച ചെയ്തപ്പോ സാബു എന്തിനാ ഈ ഹദീസ് കൊണ്ടുവന്നതെന്നുള്ള മൂപ്പർ മറന്നു. എന്താ വിഷയോ? മൂപ്പർ ഇപ്പം പറഞ്ഞേ ആ ഹദീസ് സഹീഹ് മുസ്ലിമിലും ഉണ്ട്, അത് പക്ഷെങ്കിൽ അതിൽ അലയില്ല അലയുണ്ട്, അത് നെഞ്ചിന്റെ മുകളിലായിരിക്കണം എന്നും പറഞ്ഞിട്ട് അയാൾ വന്ന്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ശരിവെച്ചിട്ടുണ്ട്. ഇത് ശരിവെച്ച ഇമാം നബവി റളിയല്ലാഹു അൻഹു അല്ലേ പിന്നെ അതായത് പള്ളയുടെ മുകളിലാണ് കെട്ടേണ്ടത് എന്നുള്ള പഠിപ്പിച്ചത്. അപ്പൊ എല്ലാ നിലക്കും ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അബൂസാബ് സംസാരിക്കുന്ന സമയത്ത് പൂച്ച ഏതായാലും പുറത്ത് ചാടിയിട്ടുണ്ട് അബൂസാബു. ഏതായാലും ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ നേരത്തെ ചിരിച്ചു പോയത് മൂപ്പർ പറഞ്ഞത് ഈ ഫൗക സൂറത്ത് എന്നുള്ളതിന്റെ തെളിവ് മൂപ്പർ കൊണ്ടുവന്ന ഹദീസാവല്ലോ. എന്നാ പിന്നെ മൂപ്പർ എന്തിനാ ഈ ഹദീസ് എടുത്ത് കിടക്കുന്നത്? ഇത് അംഗീകരിച്ച പിന്നെ ഇമാമിങ്ങൾ ഉണ്ടല്ലോ, അവരെ തെളിവ് എന്താണ്? അവർക്ക് വയറ്റിന്റെ മുകളിൽ കെട്ടണം എന്നുള്ളതിന്റെ തെളിവാവല്ലോ ഇയാൾ കൊണ്ടുവന്ന ഹദീസ്. അതല്ലേ കേൾവിക്കാരെ ഉസ്താദ് ഞാനൊക്കെ പഠിപ്പിച്ചത്. ഇനി അങ്ങനെ ആയാലും നിങ്ങൾക്ക് എന്ത് കിട്ടൂല, ആ നെഞ്ചിന്റെ മുകളിലേക്ക് ഇന്ന് കിട്ടൂല, നെഞ്ചിന്റെ അടുത്തായിട്ടുണ്ട് വയറ്റിന്റെ മുകളിൽ നിന്നേ കിട്ടൂന്നുള്ളത്. അത് ഇന്നെന്തായാലും അബൂസാബുവിന് അത് മനസ്സിലായി എന്നുള്ള ആ കാര്യം അബൂസാബുവിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എല്ലാ നിലക്കും ഇന്ന് അബൂസാബു എന്ത് ചെയ്തിട്ടുണ്ട്, പിടുത്തം വിട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേൾവിക്കാരെ ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ല, ഞാനത് പരാമർശിച്ച് ഇദ്ദേഹത്തെ കുറിച്ചല്ല കേട്ടോ, അത് അദ്ദേഹം തെറ്റിദ്ധരിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ബൈക്കെടുത്തത്. ഞാന് ആ മുറിച്ചുത്തിയാളെന്ന് പറഞ്ഞില്ലേ, അത് സക്കരിയ ഉദ്ധരിക്കുന്നതാണ്. പിന്നെ ആ ഇവര് ക്ഷണിച്ചു കൊണ്ടുപോയിട്ടുള്ള പണ്ഡിതൻ കൈകെട്ടിയിരിക്കണ്, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തിരിക്കണം, അങ്ങനെ കൈകെട്ടിയിരിക്കണ്. അപ്പൊ ഒരു വിവരമില്ലാത്ത ഒരുത്തൻ എന്ത് ചെയ്തിരിക്കണ്, അതിന്റെ വേക്കല് കത്തിരിപ്പൂട്ട് മേലെ കെട്ടിയിരിക്കണ്. ആ ചിത്രത്തിൽ കണ്ട ആ കക്ഷിയെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞു കേട്ടോ, മനസ്സിലായില്ലേ? അല്ലാതെ ഈ അബൂസാബു എന്ന ഐഡിയിലുള്ള ഈ ചോദ്യകർത്താവിനല്ല എന്ന് പറയാൻ വേണ്ടി അങ്ങനെ അദ്ദേഹം തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ആ കെട്ടിയ ആളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്ത്. എനിക്ക് കേരളത്തിലെ മുജാഹിദുകളെ കുറിച്ചിട്ടോ സൗദി അറേബ്യയിലെ മുജാഹിദുകളെ കുറിച്ചിട്ടോ ഒന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. കേരളത്തിലെ മുജാഹിദീങ്ങളടുത്ത് വേറെ പല പാട്ടുണ്ടായിട്ടുണ്ട്, പല അബദ്ധങ്ങളും ഉണ്ട്. ഒന്നാമത്തെ അതിൽ ഏറ്റവും വലിയ അബദ്ധം എന്താ നിങ്ങൾക്ക് അറിയോ? മുബത്തദീങ്ങളായ നിങ്ങളെ സുന്നികൾ എന്ന് അഭിസംബോധന ചെയ്തതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പാൾട്ട്. അപ്പൊ എന്നാ പിന്നെ നിങ്ങളെ ഈ ആശയം പിന്തുടരുന്ന ഏത് ഗ്രൂപ്പാ കേരളത്തിലുള്ളത്? ഒന്നറിഞ്ഞാൽ തിരക്കണ്ട, നമുക്ക് അതൊന്ന് പഠിക്കായിരുന്നു. ഇപ്പൊ ഊപ്പര് പറഞ്ഞത് മുജാഹിദീങ്ങളൊക്കെ അവർക്കൊക്കെ പാൾട്ട് പറ്റിയിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ട്. ശരി, നിങ്ങളെ ഇതേ ആശയമുള്ള ഏത് വിഭാഗമാണ്, ഏത് സംഘടനയാണ് കേരളത്തിലുള്ളത്? അതൊന്ന് പറഞ്ഞോളി, ഞാൻ മൈക്കൂട്ടു. അത് നമുക്കൊരു പുതിയ അറിവാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും സംഘടനയുടെ പ്രശ്നങ്ങൾ എന്നോട് പറയണ്ട. ഞാൻ ഒരു സംഘടനയുടെ ആളല്ല, ഒന്നിനും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. എനിക്കറിയേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ല, അത് മനസ്സിലായി. ശരി, നിങ്ങളെ ഇതേ ആശയമുള്ള ഏതെങ്കിലും ജനവിഭാഗങ്ങൾ ഉണ്ടോ ഈ ആകാശത്തിന്റെ ചോട്ടിൽ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം. അല്ലാതെ നിങ്ങൾക്ക് സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ എന്നുള്ളതല്ല. അതിപ്പോ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നല്ലൊരു ശതമാനത്തിനൊന്നും പല സംഘടനയിലും ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് ഉണ്ടാവില്ല.
അതേസമയം ആശയപരമായി നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തോട് യോജിക്കുന്ന ഏത് ഗ്രൂപ്പാണ്, ഏത് വിഭാഗമാണ് കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ഉള്ളത്, അതൊന്ന് പറഞ്ഞോളൂ. ഉദാഹരണത്തിന് ഏതെങ്കിലും അപ്പൊ ഇന്ന പണ്ഡിതൻ ഗൾഫിലാണ്, ഇപ്പൊ ഒന്നിരിക്കുക ഞാനിങ്ങനെ നാസറുദ്ദീൻ അൽബാനി, അല്ലെങ്കിൽ പിന്നെ ഇബ്നു ബാസ്, അല്ലെങ്കിൽ പിന്നെ ഇബ്നു ഉസൈമീൻ, അല്ല ഇനിയിപ്പോ അങ്ങനെ, അല്ലെങ്കിൽ ഇനിയിപ്പോ മറ്റേ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിന്റെ ആണെങ്കിൽ അങ്ങനെ, അല്ലപ്പോ മറ്റേ ഖത്തറിലൊക്കെ ഉള്ള മറ്റേതില്ലേ കർലാവി, അങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഇപ്പൊ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏത് വിഭാഗത്തിന്റെ ആയാലും വേണ്ടില്ല, നിങ്ങളുടെ ആശയവുമായി ഒത്തുപോകുന്ന ഏത് പണ്ഡിതൻ അല്ലെങ്കിൽ ഏത് വിഭാഗമാണുള്ളത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതൊന്ന് പറഞ്ഞോളൂ. നമുക്ക് പിന്നെ അത് പഠിക്കാൻ എളുപ്പമാണല്ലോ എന്നുള്ള ആൾക്കാർ. അതല്ല, ഇതിലൊന്നും പെടാത്ത നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ. ഞാൻ അതിലൊന്നും പെട്ട ആളല്ല, ഞാൻ സ്വന്തമായിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ. നമുക്ക് പ്രശ്നമില്ല. പഠിക്കാൻ വേണ്ടിയിട്ടാ, അറിയാൻ വേണ്ടിയിട്ടാ. ക്ഷമിക്കണേ സുഹൃത്തുക്കളെ, കാരണം ഇപ്പോ ചിരിച്ചിട്ട് വയ്യ, അതുകൊണ്ടൊന്ന് മൈക്ക് എടുത്തു പോയതാണ്. കാരണം ഇന്നലെയും മെനിഞ്ഞാന്നും അതിന്റെ തലേ ദിവസം ഒക്കെ ഇദ്ദേഹം ചർച്ച ചെയ്യാൻ വന്നേരം കേട്ടവർ ഒരുപാട് ആൾക്കാരുള്ളതാണ്. അന്ന് ബഹുമാനപ്പെട്ട കേൾവിക്കാർ ഉസ്താദ്, അതുപോലെ തന്നെ പയ്യോളി ഉസ്താദ് ഒക്കെ ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം മുജാഹിദുകാരനാണ് എന്നുള്ള നിലക്ക് തന്നെ മുജാഹിദിന്റെ സംഘടനയുടെ പേരെടുത്തും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോ ഇയാൾ എന്താ ഈ മുജാഹിദിന് ഇങ്ങനെ പെട്ടെന്ന് മൊയ്ജല്ലാണ്ടായ കാരണം അതിപ്പോ ഒന്ന് മനസ്സിലാവണല്ലോ. അതിപ്പോ ഞങ്ങൾക്കൊക്കെ ഇപ്പോ ഏതായാലും മനസ്സിലായത് ബഹുമാന്റെ കേൾവിക്കാരെ ഉസ്താദ് ഈ മുജാഹിദുകൾ തന്നെ അവരെ നേതാക്കന്മാര് ഈ വാറ്റത്ത് കൈവെക്കുന്നതും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നിയാസ് എന്ത് ചെയ്ത് അതിന്റെ ഫോട്ടോയും കാണിച്ചതോടുകൂടി ഒറ്റ അടിക്ക് മൂപ്പർ എന്ത് ചെയ്ത് മൊയ്ജല്ലി. എന്നാൽ ഇങ്ങനെ മൊയ്ജല്ലുവാൻ പാടില്ല എന്നുള്ളതാ ഈ അബൂസാബുവിനോട് പറയാൻ പാടില്ല. സ്വന്തം ഭാര്യമാരെ ചെറിയ എന്തെങ്കിലും ഈ വിഷയെല്ലാം കാണുമ്പോ സാധാരണ ആരും മൊയ്ജല്ലാറില്ല. അപ്പൊ ഇതൊരു മൊയ്ജല്ലന്റെ വിഷയമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങളെ സംഘടനയെ തന്നെ നിന്നോളി എന്നുള്ള വിനീതമായിട്ട് അബൂസാബുവിനോട് പറയുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചർച്ചക്ക് വന്ന ആ തുടക്കത്തിൽ തന്നെ മുജാഹിദുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അന്ന് തന്നെ നിങ്ങൾക്ക് ഈ കാര്യം പറയാമായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ ഈ മുജാഹിദിന്റെ ആശയമായിട്ട് ഒരു സ്ഥലത്തും പോയിട്ട് സംസാരിക്കാൻ പറ്റുകയില്ല, മാനത്തോടെ തിരിച്ചു പോകാനാവുകയില്ല എന്നുള്ളത് നമ്മുടെ അബൂസാഫു മൗലവിക്കും അത്യാവശ്യം മനസ്സിലായി എന്നുള്ളത് കരുതുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് ക്ഷമിക്കണം, നിങ്ങൾ തന്നെ മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സംസാരങ്ങൾ മുഴുവനും നിങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് ഇപ്പൊ ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഒരാളുടെയും മൂട് താങ്ങി എല്ലായിട്ട് സംസാരിച്ചിട്ടില്ല. നിങ്ങള് സലഫികളെന്നോ നിങ്ങൾ മുജാഹിദുകളെന്നോ വഹാബികളെന്നോ വിളിക്കുന്ന ഒരാളുടെ രേഖയും ഒരാളുടെ ഗ്രന്ഥവും സത്യം പറയുകയാണെങ്കിൽ ഇബ്നു തൈമിയന്റെ കിതാബുകൾ ഞാൻ മുത്താല ചെയ്തിട്ടില്ല, ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബുകൾ ഞാൻ മുത്താല ചെയ്തിട്ടില്ല, ഞാൻ എന്റെ സംസാരത്തിൽ KNM-ന്റെ എന്തെങ്കിലും ഒരു പ്രസിദ്ധീകരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയേണ്ടത് നിങ്ങളാണ് ഈ പാർട്ടിയിലേക്ക് ഒന്നാമതായിട്ട് കടന്നു വരേണ്ടത്. കാരണം നിങ്ങളാണ് സുന്നികളെന്ന് അവകാശപ്പെടുന്നവര്. നിങ്ങൾ യഥാർത്ഥ സുന്നത്തിലേക്ക് വരും. അങ്ങനെ നമുക്ക് ഒന്നിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഹയാത്താക്കാം. അല്ല, അതിനെന്നെ ഞങ്ങൾ വരാന്ന്. അതിന് നിങ്ങൾ പിന്നെ ആരാ ഉള്ളത് എന്നാ ചോദിക്കണത്. നിങ്ങൾ കൂടാതെ ഇതിൽ പിന്നെ ആരാ ഉള്ളത്? ഞങ്ങളെല്ലാം കൂടി അവിടെ വരണം എന്നുണ്ടെങ്കിൽ അവിടെ ആരാ ഉള്ളത് അതാണ് ചോദിക്കണത് നിങ്ങളോട്. നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ, അതോ നിങ്ങളുടെ ഈ നിലപാട് ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോന്നാ ചോദിക്കണത്? അതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നാളേ, ഞാൻ മൈക്കൂട്ടും. ഉണ്ട്. ഒന്നാമതായിട്ട് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരാണ് ഈ പാർട്ടിയിൽ ആദ്യം മെമ്പർഷിപ്പ് എടുത്തവര്. പിന്നീട് അവിടുത്തെ താബിഈങ്ങള്, 3 ഖൈറുൽ ഖുർആൻ. അതെല്ലാരും പറയണാണല്ലോ. ഇപ്പൊ ഞാൻ ചോദിച്ചതിന് ഉത്തരമല്ല അത്, കണ്ടില്ലങ്ങള്? അതെല്ലാരും എന്ത് ചെയ്യണാണ് പറയണതാണ്.
മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചത്, മൂപ്പര് മുജാഹിദല്ല, അതിനെന്തില്ല മെമ്പർഷിപ്പ് ഒന്നുമില്ല, വേണ്ട അങ്ങനെ മെമ്പർഷിപ്പ് വേണമെന്നില്ല, നിങ്ങളെ ഈ നിലപാടുള്ള ആരെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചത്. ഇപ്പോ ജീവിച്ചിരിക്കുന്നവരെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏത് വിഭാഗമാണ് നിങ്ങളുടെ ഈ വാദം, നിങ്ങളുടെ ആശയമുള്ളവരെന്നാ ചോദിച്ചത്. അത് നിങ്ങൾക്ക് പറയാൻ പറ്റണില്ല. അപ്പം ആരുമില്ല, മുമ്പൊരു സ്വന്തം ഒരു ഇതായിട്ട് നടക്കണം. എന്താണെങ്കിലും നിങ്ങളുടെ പുത്തനാശയക്കാർ അംഗീകരിക്കുന്ന ആളാണെന്ത്, ഞാൻ നേരത്തെ പറഞ്ഞ അവിനുൽ മഅബൂദിന്റെ കർത്താവ്. അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ കേട്ടാ. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, നിങ്ങൾ മുത്താല ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം. വലം യൂജദ് അലാ മാ ഖാല ശൗകാനി മദ്ഹബുൻ മിൻ മദാഹിബിൽ മുസ്ലിമീന അൻ യകൂന അൽ വദ്ഉ അല الصدരി فقول الوضع على الصدر قول خارج من مذاهب المسلمين خارق لإجماعهم. കേട്ടോ, ഈ ശൗക്കാനി പറഞ്ഞിട്ടുള്ള ഈ ശൗക്കാനിന്റെ മദ്ഹബുണ്ടല്ലോ, നിങ്ങളിപ്പോ പറഞ്ഞതിന് യോജിക്കേണ്ട ഒരാൾ ശൗക്കാനിനെയാണ് ഞങ്ങൾ കാണുന്നത്, അതല്ലാതെ വേറെ ആളെ കാണില്ല ലോകത്ത്, വേറെ ആരെയും. അതിന്റെ മുമ്പ് ഈ ശൗക്കാനി പറഞ്ഞത് നെഞ്ചിന്റെ മേലെ കൈവെക്കണം എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ ഇജ്മാഇനും അവരുടെ മദ്ഹബിനും വിരുദ്ധമാണ്, അതിന് പുറത്താണ് എന്നാണ്. മനസ്സിലായോ? മൂപ്പര് പോയാ? എന്നായിക്കോട്ടെ. മൂപ്പര് വന്നോളും ഇൻഷാ അല്ലാഹ്. മൂപ്പര് നാളെ വരും. ഒക്കെ ആളുകളെ പൊട്ടിച്ചാക്കാൻ വേണ്ടിയുള്ള വർത്താനാണേ. അപ്പൊ ഇവര് തന്നെ അംഗീകരിക്കുന്ന അതായത് പുത്തനാശയക്കാരുണ്ടോ, ഇദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ അറിയില്ല, പുത്തനാശയക്കാർ അംഗീകരിക്കുന്ന ആളാണ് ഈ അവിനുൽ മഅബൂദിന്റെ ബദലുൽ മജ്ഹൂദിന്റെ ഗ്രന്ഥകർത്താവ്. അദ്ദേഹം എന്ത് പറയുന്നത്, ഈ അഭിപ്രായം, അതായത് ഈ നെഞ്ചിന്റെ മേലെ കൈവെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ശൗക്കാനിയാണ്. ശൗക്കാനിന്റെ ഈ അഭിപ്രായം മുസ്ലിമീങ്ങളിലെ എല്ലാ മദ്ഹബിന്റെയും അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമാണ്, മുസ്ലിമീങ്ങളുടെ ഇജ്മാഇന് വിരുദ്ധമാണത് എന്നാണ്. മുസ്ലിം ലോകം ഏകീകരിച്ചിട്ടുണ്ട് എന്ത്, ഇങ്ങനെ നെഞ്ചിന്റെ മേലെ കെട്ടല് അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്ന വിഷയത്തിൽ. അത് ഒന്നിരിക്കെ പൊക്കിളിന്റെ താഴെ, അല്ലെങ്കിൽ പൊക്കിളിന്റെ മേലെ, നെഞ്ചിന്റെ താഴെയായിട്ട്, അല്ലെങ്കിൽ കൈ താഴ്ത്തിയിടുക എന്ന്, ഇങ്ങനെ 3 രൂപമേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ഹദീസുകൾ, അത് നമ്മളിങ്ങനെ ഓരോന്ന് വായിച്ച് അതിന്റെ സനദിലുള്ള ഓരോ വ്യക്തികളെയും വായിച്ച് വിശകലനം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം അദ്ദേഹം വായിക്കുന്ന ആ ഹദീസ് അത് സഹീഹാണ്, ഈ ഹദീസ്, ഈ പരമ്പര, ഈ ഹദീസ് സഹീഹാണ് എന്ന് ഏത് മുഹദ്ദിസാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് പറഞ്ഞാൽ മതി, എന്നാ വിഷയം കഴിഞ്ഞു. പക്ഷെ അത് അദ്ദേഹത്തിന് പറയാനും കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയില്ല? അങ്ങനെ നെഞ്ചിന്റെ മേലെ വെക്കണം അലസ്വദിരി എന്നോ, മേലെ എന്നല്ല, അങ്ങനെ അർത്ഥം പറയുകയാണെങ്കിൽ തന്നെ എന്താണെങ്കിലും അങ്ങനെ തോന്നിപ്പിക്കുന്ന അലസ്വദിരി എന്നോ അലാസുദിരിഹി എന്നോ ഉള്ള പദമുള്ള ഒരൊറ്റ ഹദീസും സഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ പറയണതല്ല, ഇതൊക്കെ പഠിച്ച് വിലയിരുത്തിയിട്ടുള്ള മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ധൈര്യസമേതം നമ്മൾ പറയുന്നത് അങ്ങനെ സഹീഹായതുണ്ടെങ്കിൽ ഉദ്ധരിച്ചോളൂ. അതിന് കഴിയുകയുമില്ല. കാരണം അങ്ങനൊന്നില്ല, അതാണ് വസ്തുത. ഏതായാലും ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന് എന്തോ ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ മൈക്ക് ശരിയില്ല എന്നുള്ള PM നേരത്തെ അദ്ദേഹം അറിയിച്ചിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് മൈക്ക് ശരിയായി എന്ന് അദ്ദേഹം കരുതിയിട്ട് മൈക്കിലേക്ക് വന്നതാണ്. ഒന്ന് പ്രത്യേകം നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം ഇൻഷാ അല്ലാഹ് മൈക്കിലേക്ക് വന്നാൽ മതി എന്ന് അറിയിക്കുന്നു.
ഓക്കെ. അല്ലല്ല, അത് നിങ്ങൾ നേരത്തെ തന്നെ ഉസ്താദന്മാരോട് ചോദ്യം ചോദിക്കണം. നിങ്ങൾ മൈക്ക് റെഡിയാക്കുക, അല്ലെങ്കിൽ നാളെ പുതിയ മൈക്ക് വാങ്ങിയിട്ട് ചോദിച്ചാലും കുഴപ്പമില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വാടാനപ്പള്ളി ഉസ്താദ് എത്തിയിട്ടുണ്ടാ? വാടാനപ്പള്ളി ഉസ്താദ് നേരത്തെ എത്തുമെന്ന് അറിയിച്ചിരുന്നു. എത്തിയിരിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് മൈക്കിൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദ് ഇങ്ങനെ മൈക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദ് വടാനപ്പള്ളി ഉസ്താദ് ബിസി എന്ന് അടിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഉസ്താദ് അദ്ദേഹത്തിന് പിന്നെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി എന്നുള്ള ആ ബൈത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് ചോദിക്കൽ തന്നെയാണ് നല്ലത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മൈക്ക് ശരിയില്ല, സുന്നിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ സൗകര്യം പോലെ ചെയ്യും. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഡെസ്ക്ടോപ്പിൽ നിന്ന് തൽക്കാലം മാറിയെന്നാ തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഉസ്താദ് വരും. മറ്റുള്ള ചോദ്യാർത്ഥാക്കൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മൈക്കിലേക്ക് വരിക. നേരത്തെ അബൂബാർക്ക് സാഹിബിന്റെ ടെക്സ്റ്റ് ഒക്കെ കണ്ടല്ലോ. അബൂബാർക്ക് സാഹിബ് കേൾക്കുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ ഇടയ്ക്ക് ഇൻഷാ അല്ലാഹ് ചോദ്യാർത്ഥാക്കന്മാരുടെ ഈ ഇടവേളക്ക് ഓക്കെ കൂടുതൽ ദീർഘിപ്പിക്കാതെ സംസാരിക്കാം. ഏതാനും ഇൻഷാ അല്ലാഹ് അബൂബാർക്ക് സാഹിബിലേക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പോയോ? നേരത്തെ ആള് പോയോ? നമുക്ക് മൂപ്പരോടൊക്കെ അതിന് ചോദിക്കാനുള്ളത്. അതായത് മൂപ്പര് ഈ കാര്യത്തോടടുത്തോ മൂപ്പര പ്രസ്ഥാനത്തിനൊക്കെ കൈ ഒഴിഞ്ഞത് വലിയൊരു സങ്കടമായിപ്പോയി. കേൾക്കാർ ഉസ്താദ് ചോദിച്ചത് മൂപ്പര കൂട്ടത്തിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്, നമുക്ക് അതിലേക്ക് പോകാനൊക്കെ ആലോചിക്കാൻ പറ്റിയ കഴിഞ്ഞു. അപ്പൊ മൂപ്പർക്ക് അത് പറയുന്നു. മൂപ്പര് സഹാബത്ത് ഉണ്ട് എന്നാ പറഞ്ഞത്. സഹാബത്ത് താപിങ്ങളൊക്കെ മൂപ്പര കൂടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ എന്തോ ഒരു കഥ. അതായത് മൂപ്പര് പിന്നെ അതേമാതിരി മൂപ്പര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നേരിട്ട് ദീൻ പഠിച്ച ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവത്തിലാണ് മൂപ്പര് സംസാരിച്ചത്. അതായത് മൂപ്പര കയ്യിലേക്ക് ദീൻ എങ്ങനെ വന്നത്, എങ്ങനെ മൂപ്പർക്ക് കിട്ടിയത് എന്നുള്ളത് മൂപ്പർക്ക് പറയാന് കഴിയോ? അപ്പൊ അത് മൂപ്പര് കഴിയില്ല. ഇപ്പൊ അതൊന്നല്ല, ഇവരുടെ സമ്മേളനത്തില് ഇവര് കുറച്ച് GCC കൺട്രികളിൽ നിന്ന് കുറച്ച് അവരുടെ ആൾക്കാരെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോ അവരുടെ വീഡിയോ കണ്ടു നോക്കുന്നവരാണ് അത് മനസ്സിലാക്കുക. നല്ല രസമുണ്ട്. അപ്പോ വേണമെങ്കിൽ നമ്മള് നമ്മുടെ കേക്കാടൊക്കെ വേണമെങ്കിൽ ആ ക്ലിപ്പ് വേണം നോക്കിയിട്ട് പോകണൊക്കെ കാണിച്ചു തരും. വോളിയം ഒന്നും കൊടുക്കണമില്ല, അതിന്റെ വീഡിയോ മാത്രം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. എന്താണെന്നറിയോ, സമ്മേളനത്തിന്റെ ക്ലിപ്പ് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഓഡിയൻസിന് ഇത് ഇങ്ങനെ ഇമാമിന്റെ അടുത്തേക്കൊന്നും എത്തിയിട്ടില്ല, അതിന് ബാക്കിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ചിലര് കൈ രണ്ടും തോളിൽ വെച്ചോളൊക്കെ ഉണ്ട്. കൈ രണ്ടും തോളിൽ വെച്ചത് മുതൽ രണ്ട് കൈ, ഒരു കൈ തോളിൽ മറ്റേ കൈ തോളില്, പിന്നെ അവിടെ അങ്ങനെ പോകുന്ന പോലെ പല മുക്കാസായിട്ട് പല അളവിലായിട്ട് അങ്ങനെ ചിലത് രണ്ട് കൈയിന്റെ മുട്ട് കൂട്ടിപ്പിടിക്കുന്നത്, പല കോലത്തിൽ കൈ കെട്ടുന്ന ആൾക്കാരുണ്ട്. ചിലതിങ്ങനെ കൈ തൂങ്ങി കിടക്കുന്ന മോഡല്. അങ്ങനെ പോയി പിന്നെ മുമ്പിലെ സഫിലേക്കൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോ ഇമാമിന്റെ അടുത്തെത്തിയപ്പോ ഇമാം ഒരു വിദേശ രാഷ്ട്രത്തിലുള്ള ഏതോ ഒരു നേതാവാണ്, അവരുടെ ഏതോ ഒരു സലഫി നേതാവാന്ന് തോന്നുന്നു, ഏതാന്നറിയില്ല. മുമ്പില് VIP ഉണ്ട് ഗൾഫിൽ നിന്ന് വന്നല്, ഈ വട്ട് വെച്ച് തലയിൽ വട്ട് വെച്ച് അകാല ഗോത്രൊക്കെ വെച്ചോല്. അപ്പൊ അവിടെ എത്തിയപ്പം പിന്നെ ക്യാമറ പെട്ടെന്ന് ഇത് ആ ഭാഗം കാണിക്കാതെ
പക്ഷെ കട്ട് ചെയ്യാതെ ഏതെങ്കിലും ക്ലിപ്പുകൾ ആരെങ്കിലും കയ്യിലുണ്ടോ ഒരു പക്ഷെ അത് കാണാൻ മതി. ഫോട്ടോത്തിലൊക്കെ ഉണ്ടായിരുന്നു, പത്രത്തിലൊക്കെ അവരുടെ വന്ന ന്യൂസിന്റെ കൂട്ടത്തില്. ഏതായാലും അവിടെ വരെ എത്തിയപ്പം ആ കൈ കെട്ടുന്നത് ഒറ്റൊരു ആളും ഒരു വഹാബി കൈകെട്ടാൻ പറയുമ്പോൾ കിട്ടിയാൽ ആരുമില്ല. ഒരു നേതാക്കപ്പം ഈ നേതാക്കന്മാർ തന്നെ അറിയാം. ആ വീഡിയോ അവർ കട്ട് ചെയ്താൽ ഈ അണികൾക്ക് ഇങ്ങനെ കൈകെട്ടണമെന്ന് പറഞ്ഞിട്ട് ഈ വരുന്ന നേതാക്കന്മാരൊന്നും ഇങ്ങനെ കൈകെട്ടുന്നത് കാണുന്നില്ല. പിന്നെ ഇവിടെ എങ്ങാനും അവർ കൈകെട്ടുമ്പോൾ ഏതോ ഒരു പള്ളിയിൽ നിന്ന് കൈകെട്ടി കഴിഞ്ഞാൽ ഉടനെ പള്ളിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കും ചിലപ്പോ. വളരെ മോശമായിട്ടൊക്കെ കൈകെട്ടുന്ന രൂപല്ലേ നമ്മുടെ നാട്ടിൽ ചില വഹാബികൾ, വളരെ മോശമായിട്ട്. അപ്പൊ അങ്ങനെ കൈകെട്ടി ഞാൻ ഇവിടെ ഏതോ ഒരു പള്ളിയിൽ കയറി നിസ്കരിച്ചാല് ഇവന് ആദ്യമായിട്ട് നിസ്കരിക്കായിരിക്കൂ ചിലപ്പോ. ഇവന് ഒരു ചാരനോ അതല്ലെങ്കിൽ അതൊന്നും അറിവിടാതെ ചിലപ്പോ ഇവനെ പള്ളിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കി കൂടായില്ല. ഒരാൾ പോലും ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു അറബി കൈകെട്ട് നിങ്ങൾ കാണുമോ? ഒരു മറ്റുള്ളവരുടെ ആശയക്കാരാണ് ഇവിടെ ഉള്ളവരെന്നൊക്കെ പറയുന്ന ഈ കൈകെട്ടുന്നത് മാത്രം ഉണ്ടാവർക്ക്. പിന്നെ ഇവരുടെ സക്കരിയ സലാഹി ചോദിക്കുന്നുണ്ട്, നമ്മൾ ആദർശം വലിയ സംസാരിക്കും, നമ്മൾ കൈകെട്ടുന്നതിന് പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രയും കാലം നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ട് ഒരു കൈകെട്ടുന്ന കാര്യത്തിൽ നമുക്ക് നമ്മൾ അണികളെ പൂർണ്ണമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിലും നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അണികളോട്. അതായത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി ചോദിച്ചതാണ്. അതിന്റെ ഒക്കെ ക്ലിപ്പ് കേൾക്കുന്ന ചിരിച്ചു പോകും. അതുകൊണ്ട് ഖുത്ബനെ കുറിച്ചും പള്ളിയില് അവരുടെ പള്ളിയിൽ ജനങ്ങൾ വരുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ വിമർശിച്ചുകൊണ്ടുള്ള ചിലത്. അപ്പൊ വിമർശിക്കാൻ നല്ല സുഖമാണല്ലോ. കാരണം വെച്ചാൽ വിമർശിക്കുന്ന തെറ്റ് ചെയ്യുന്നവരൊക്കെ മറുപക്ഷത്തായിരിക്കും എന്നുള്ള ബോധത്തോടാണ് ഇവർ വിമർശനം നടത്താറുള്ളത്. ഏതായാലും ഈ ആശയപാപ്പരത്വം ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങിയത് നമ്മുടെ ഓൺലൈൻ രംഗത്ത് കയറി അവരുടെ ഒറിജിനൽ ആശയം നമ്മൾ കാണിച്ചു കൊടുക്കൽ തുടങ്ങിയപ്പോഴാണ്. ഇതൊക്കെ കേട്ടിട്ടും ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ കേട്ടിട്ടും ഈ ഇപ്പം നേരത്തെ പറഞ്ഞ ആ സുഹൃത്ത് അവന് ആ പഠിക്കണമെന്നോ ആ തെറ്റിദ്ധാരണ മാറണമെന്നോ എന്നൊരു ആഗ്രഹം ഇല്ലാതെ പോകുന്നതിലാണ് നമുക്കൊക്കെ അതിശയം. ഏതായാലും പുതിയ ആൾക്കാർ അതിലേക്ക് കയറി പോകുന്നത് ഏതായാലും തടയാൻ സാധിച്ചിട്ടുണ്ട്. പോയവര് പിന്നെ ആ ഡ്രഗ്സിൽ പെട്ടുപോയത് അവർക്കത് ഒഴിവാക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവർ കുടുങ്ങിപ്പോയതാണ്. ചിലരൊക്കെ മനസ്സിലാവുന്നവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ തിരിച്ചു വരാനും തിരിച്ചു ചിന്തിക്കാനുള്ള ഒരു തൗഫീക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഏതായാലും ഇവര് ഓരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ചെയ്യാത്ത പല കാര്യങ്ങളും ഇപ്പൊ അവർക്ക് പറ്റും. ഇവര് അണികളെ ഈ കുറച്ച് വിദ്യാഭ്യാസമുള്ള ദീനീ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരാ പെട്ടെന്ന് വലയിലാക്കാൻ ഇവർക്കുണ്ടാകുന്ന ചില കുറുക്ക് വിദ്യകൾ ഉണ്ടായിരുന്നു. ആ വിദ്യകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതായത് മന്ത്രം തന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രത്തിനെ കളിയാക്കിയത് അവരിപ്പം മന്ത്രിക്കാൻ തയ്യാറാകുന്നുണ്ട്. അതുപോലെ സെഹ്റ് പോലുള്ളത് കാര്യങ്ങൾ ഇവർക്ക് വിശ്വാസമില്ലായിരുന്നു, അതിപ്പോ അവർ പറയുന്നുണ്ട്. അതുപോലെ ഏതൊരു കാര്യങ്ങൾ ഇപ്പൊ കുനൂത്ത് വരെ അവർ ചെയ്യല് ഓതാൻ പറ്റുമെന്ന് പറയൽ തുടങ്ങി. ഇപ്പൊ ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ അവരുടെ ആശയം. ഇപ്പോ കൈകെട്ടുന്ന കാര്യമായാലും ഇവർക്ക് അത് കൈകെട്ടുന്നത് അങ്ങനെ കെട്ടിയാൽ ശരിയല്ല എന്ന്. നമുക്ക് സുഖമായിരുന്നു ഇവര് അങ്ങനെ കൈകെട്ടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആളെ മനസ്സിലാക്കാൻ ഒരു അടയാളമായേനെ. ഇപ്പോ അത് ആൾക്കാരിപ്പോ കൈകെട്ടുന്നപ്പെടുന്നത് നമുക്കിപ്പോ ആൾക്കാർ കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങാണ്. അവരോട് നിങ്ങൾക്ക് വഹാബി ആശയത്തിൽ തന്നെ നിൽക്കണമെങ്കിൽ നിങ്ങൾ പ്ലീസ് അങ്ങനെ തന്നെ കൈകെട്ടിക്കോളി എന്ന് നമുക്കൊരു അഭിപ്രായമുണ്ട്. ഞാൻ